വേനൽവധിയിലെ അതിബുദ്ധിമാനായ കള്ളൻ. എന്റെ പേര് വിഷ്ണു. എനിക്ക് 13 വയസ്സാണ്. എന്റെ അനിയത്തി ദേവികയ്ക്ക് 11 വയസ്സും. കഴിഞ്ഞ വേനലവധിക്കാലത്ത് ഞങ്ങൾ അച്ഛന്റെ നാട്ടിലേക്ക് പോയിരുന്നു. അവിടെ ഒരു വലിയ തറവാട് വീടുണ്ടായിരുന്നു. മാമ്പഴമരങ്ങളും കശുമാവുകളും നിറഞ്ഞ വലിയ പറമ്പ്. ഞങ്ങൾ രണ്ടുപേരും അവിടെ എത്തിയപ്പോൾ തന്നെ അവധി ആഘോഷം തുടങ്ങി. രാവിലെ എഴുന്നേറ്റ് മാമ്പഴം പറിക്കുക, വൈകുന്നേരം കൂട്ടുകാരോടൊപ്പം കളിക്കുക, രാത്രി അമ്മൂമ്മയുടെ കഥ കേൾക്കുക. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ദിവസങ്ങൾ. ഒരു ദിവസം ഗ്രാമത്തിൽ ഒരു വലിയ വാർത്ത പരന്നു. കൊള്ളൻ വീണ്ടും മോഷ്ടിച്ചു. ആളുകൾ എല്ലാം അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. ആദ്യം ഒരു വീട്ടിൽ നിന്ന് പണം കാണാതായി. പിന്നീട് മറ്റൊരു വീട്ടിൽ നിന്ന് സ്വർണമോതിരം നഷ്ടപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് വിലയേറിയ ആഭരണങ്ങളും കാണാതായി. പോലീസ് അന്വേഷണം തുടങ്ങി. പക്ഷേ കള്ളൻ ഒരു തെളിവും വിട്ടിരുന്നില്ല. ഇയാൾ സാധാരണ കള്ളനല്ല, ഗ്രാമത്തിലെ ആളുകൾ പറഞ്ഞു. എനിക്കും ദേവികയ്ക്കും അതിൽ വലിയ താൽപര്യം തോന്നി. ചേട്ടാ, നമുക്ക് ഈ കേസ് അന്വേഷിക്കാം, ദേവിക പറഞ്ഞു. നമ്മളോ? ഞാൻ ചോദിച്ചു. അതെ, പോലീസ് കണ്ടെത്താത്തത് നമുക്ക് കണ്ടെത്താം. അവളുടെ ആത്മവിശ്വാസം കണ്ടപ്പോൾ എനിക്കും ആവേശമായി. അടുത്ത ദിവസം മുതൽ ഞങ്ങൾ അന്വേഷണം തുടങ്ങി. മോഷണം നടന്ന വീടുകൾ ഓരോന്നായി സന്ദർശിച്ചു. എല്ലാവരോടും സംസാരിച്ചു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. മോഷണം നടന്ന എല്ലാ വീടുകളിലും സംഭവത്തിനു മുമ്പ് ഒരു മനുഷ്യൻ എത്തിയിരുന്നു. അയാൾ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ആളായിരുന്നു. അദ്ദേഹം ഒരു ചെറിയ വാനിൽ ഗ്രാമത്തിലേക്ക് വരും. കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ വിൽക്കും. എല്ലാവരോടും സൗഹൃദമായി സംസാരിക്കും. അയാളുടെ പേര് മനോജ്. ചേട്ടാ, ഇയാളെക്കുറിച്ച് അന്വേഷിക്കണം, ദേവിക പറഞ്ഞു. അന്ന് വൈകുന്നേരം ഞങ്ങൾ മനോജിനെ രഹസ്യമായി പിന്തുടർന്നു. അയാൾ ഗ്രാമത്തിലെ പല വീടുകളിലും കയറി സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അയാൾ ഒരു കാര്യം ചെയ്യുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. ഓരോ വീട്ടിലും പോകുമ്പോൾ അവിടുത്തെ ആളുകളോട് പല ചോദ്യങ്ങളും ചോദിക്കും. നാളെ വീട്ടിലുണ്ടാകുമോ? എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ടോ? വീട്ടിൽ ആരെങ്കിലും താമസിക്കുമോ? ഇങ്ങനെ പല വിവരങ്ങളും ചോദിച്ചറിഞ്ഞു. പക്ഷേ ആരും അതിൽ സംശയം തോന്നിയില്ല. കാരണം എല്ലാവരും അയാളെ ഒരു സാധാരണ വ്യാപാരിയെന്നാണ് കരുതിയത്. അടുത്ത ദിവസം ഞങ്ങൾ ഒരു ചെറിയ പദ്ധതി തയ്യാറാക്കി. ഗ്രാമത്തിലെ ഒരു ഒഴിഞ്ഞ വീട്ടിൽ ഒരു പഴയ പെട്ടി വെച്ചു. അതിൽ ആഭരണങ്ങൾ ഉണ്ടെന്ന രീതിയിൽ വാർത്ത പരത്തി. ആ വീട്ടിൽ ആരും താമസിക്കുന്നില്ലെന്ന് മനോജിന് അറിയാമായിരുന്നു. അതിനാൽ ഞങ്ങൾ ഒളിഞ്ഞിരുന്ന് കാത്തിരുന്നു. രാത്രി 11 മണിയായി, 12 മണിയായി. അപ്പോൾ ഒരു നിഴൽ വീട്ടിലേക്ക് നീങ്ങുന്നത് കണ്ടു. ദേവിക, ആരോ വരുന്നു, ഞാൻ പതുക്കെ പറഞ്ഞു. അയാൾ ജനലിനരികിലേക്ക് ചെന്നു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അകത്ത് കയറി. ഞങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. അത് മനോജ് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. പക്ഷേ ഇനിയും തെളിവ് വേണമായിരുന്നു. മനോജ് പെട്ടി തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ഒളിഞ്ഞ് വീഡിയോ എടുത്തു. അപ്പോൾ അപ്രതീക്ഷിതമായി ഒരു ശബ്ദം ഉണ്ടായി. മനോജ് ഞങ്ങളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. ഞങ്ങൾ പേടിച്ചു. ആരാണ് അവിടെ? അയാൾ വിളിച്ചു. ഞങ്ങൾ ഓടാൻ തുടങ്ങി. മനോജ് ഞങ്ങളുടെ പിന്നാലെ ഓടി. ഞാനും ദേവികയും കഴിയുന്നത്ര വേഗത്തിൽ ഓടി. ഭാഗ്യത്തിന് സമീപത്ത് ഒരു പഴയ ഗോഡൌൺ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനുള്ളിൽ ഒളിച്ചു. മനോജ് കുറച്ച് സമയം ഞങ്ങളെ അന്വേഷിച്ചു. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം അയാൾ അവിടെ നിന്ന് പോയി. അയ്യോ, കഷ്ടിച്ച് രക്ഷപ്പെട്ടു, ഞാൻ പറഞ്ഞു. ദേവിക ചിരിച്ചു. പക്ഷേ വീഡിയോ കിട്ടിയല്ലോ. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ പോലീസിനെ കണ്ടു. വീഡിയോ കാണിച്ചുകൊടുത്തു. പോലീസ് ആദ്യം അതിശയിച്ചു. പിന്നീട് ഉടൻ അന്വേഷണം തുടങ്ങി. മനോജിന്റെ വാൻ പരിശോധിച്ചു. അപ്പോൾ എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു കാര്യം കണ്ടെത്തി. വാനിന്റെ അടിഭാഗത്ത് രഹസ്യമായി നിർമ്മിച്ച ഒരു അറ ഉണ്ടായിരുന്നു. അതിൽ നിരവധി സ്വർണ്ണാഭരണങ്ങളും പണവും വിലയേറിയ സാധനങ്ങളും ഒളിപ്പിച്ചിരുന്നു. ഗ്രാമത്തിലെ പല വീടുകളിൽ നിന്ന് മോഷ്ടിച്ച സാധനങ്ങളായിരുന്നു അവ. മനോജ് അറസ്റ്റിലായി. പക്ഷേ അതിലും വലിയ ഞെട്ടൽ പിന്നീട് വന്നു. അയാൾ പല ജില്ലകളിലും മോഷണം നടത്തിയിരുന്ന ഒരു പ്രശസ്ത കള്ളനായിരുന്നു. ഓരോ ഗ്രാമത്തിലും പുതിയ ജോലി ചെയ്യുന്ന ആളായി എത്തും. ആളുകളുടെ വിശ്വാസം നേടും. വീടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കും. പിന്നീട് അവസരം കിട്ടുമ്പോൾ മോഷണം നടത്തും. അതിനാലാണ് ആരും അയാളെ സംശയിക്കാതിരുന്നത്. ഗ്രാമക്കാർ എല്ലാവരും പോലീസിനേക്കാൾ കൂടുതൽ ഞങ്ങളെയാണ് അഭിനന്ദിച്ചത്. ഈ കുട്ടികൾ ഇല്ലായിരുന്നെങ്കിൽ കള്ളൻ വീണ്ടും രക്ഷപ്പെട്ടേനെ, എല്ലാവരും പറഞ്ഞു. പോലീസ് ഇൻസ്പെക്ടർ ഞങ്ങളോട് കൈകൊടുത്തു. നിങ്ങൾ രണ്ടുപേരും വളരെ ബുദ്ധിമാന്മാരാണ്. അത് കേട്ട് ദേവിക അഭിമാനത്തോടെ ചിരിച്ചു. വേനലവധി അവസാനിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ദിവസങ്ങളിൽ ഞങ്ങൾ ഗ്രാമത്തിലെ ചെറിയ താരങ്ങളായി മാറി. എവിടെ പോയാലും ആളുകൾ സംസാരിക്കും. ഇവരാണ് കള്ളനെ പിടിച്ച കുട്ടികൾ. അവസാന ദിവസം അമ്മൂമ്മ ഞങ്ങൾക്ക് പായസമുണ്ടാക്കി. ഭക്ഷണം കഴിക്കുമ്പോൾ അവൾ ചോദിച്ചു, ഇനി വലിയവർ ആകുമ്പോൾ എന്താകണം? ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഡിറ്റക്റ്റീവ്. ദേവിക ഉടൻ പറഞ്ഞു,
ഞാനും എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അങ്ങനെ ആ വേനലവധി ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും രസകരമായ അവധിയായി മാറി. കളിയും മാമ്പഴവും മാത്രമല്ല, ഒരു അതിബുദ്ധിമാനായ കള്ളനെ പിടികൂടിയ സാഹസിക അനുഭവവും അതിലുണ്ടായിരുന്നു. ഇന്നും ആ ദിവസങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഒരു ലൈക്ക് ചെയ്യൂ. ഇനിയും ഇത്തരം നല്ല വീഡിയോകൾ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുതേ. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പ്രചോദനം. നന്ദി.